ഇന്ത്യയിലെ ഏതൊരു റോഡിലൂടെ ഇറങ്ങി നടന്നാലും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഹീറോ സ്പ്ലെൻഡർ എന്ന ബൈക്ക്. ഗ്രാമങ്ങളെന്നോ നഗരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ, കർഷകരെന്നോ ഉദ്യോഗസ്ഥരെന്നോ വേർതിരിവില്ലാതെ ഇന്ത്യക്കാർ നെഞ്ചിലേറ്റിയ വാഹനം. കഴിഞ്ഞ 30 വർഷമായി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മോട്ടോർ സൈക്കിൾ എന്ന ഖ്യാതി സ്പ്ലെൻഡർ നിലനിർത്തുന്നു. 4 കോടിയിലധികം സ്പ്ലെൻഡറുകളാണ് ഇതുവരെ നിരത്തുകളിൽ ഇറങ്ങിയിട്ടുള്ളത്. ഓരോ 2 മിനിറ്റിലും ഒരു പുതിയ സ്പ്ലെൻഡർ വിറ്റഴിക്കപ്പെടുന്നു എന്നത് ഇതിന്റെ ജനപ്രീതിയുടെ തെളിവാണ്. എസ്.ഡിയും രാജ്ദൂതും പോലുള്ള വമ്പന്മാർ വാണിരുന്ന കാലത്ത് ലളിതമായ രൂപത്തിൽ വന്ന ഈ ബൈക്ക് എങ്ങനെയാണ് വിപണി കീഴടക്കിയത്? സ്പ്ലെൻഡറിന്റെ വിജയത്തിന് പിന്നിലെ മാജിക് എന്താണ്? ആ ചരിത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ വിജയഗാഥ മനസ്സിലാക്കാൻ നാം 1956 പോകണം. പഞ്ചാബിലെ ലുധിയാനയിൽ ബ്രിജ് മോഹൻലാൽ മുഞ്ചാലും സഹോദരന്മാരും ചേർന്ന് ഹീറോ സൈക്കിൾസ് എന്ന സ്ഥാപനം ആരംഭിച്ചു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയും മികച്ച ഗുണനിലവാരവുമായിരുന്നു അവരുടെ മുഖമുദ്ര. ഈ വിശ്വാസ്യത കാരണം 1980 ആയപ്പോഴേക്കും ഹീറോ സൈക്കിൾസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈക്കിൾ നിർമ്മാതാക്കളായി മാറി. എന്നാൽ സൈക്കിളുകൾക്കപ്പുറം മോട്ടോർ സൈക്കിൾ വിപണിയിലേക്ക് കടക്കാൻ ഹീറോ ആഗ്രഹിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ സ്വന്തമായി മോട്ടോർ സൈക്കിൾ എഞ്ചിൻ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ വിരളമായിരുന്നു. അതേസമയം ജപ്പാനിലെ ഹോണ്ട എന്ന കമ്പനി സാങ്കേതിക വിദ്യയിൽ ബഹുദൂരം മുന്നിലായിരുന്നുവെങ്കിലും അവർക്ക് ഇന്ത്യൻ വിപണിയിൽ വേരോട്ടമുണ്ടായിരുന്നില്ല. ഈ വിടവ് നികത്താൻ 1984 ഹീറോയും ഹോണ്ടയും കൈകോർത്തു. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഹീറോ ഹോണ്ട എന്ന കൂട്ടുകെട്ട് പിറന്നു. ഹീറോ ഹോണ്ട വിപണിയിലേക്ക് വരുന്ന സമയം ഇന്ത്യ ഇന്ധന പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമായിരുന്നു. റോഡുകളിൽ എസ്.ഡി, ജാവ, എൻഫീൽഡ്, രാജ്ദൂത് തുടങ്ങിയ കരുത്തൻ ബൈക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവയ്ക്ക് കരുത്തും ശബ്ദവും കൂടുതലായിരുന്നുവെങ്കിലും മൈലേജ് വളരെ കുറവായിരുന്നു. സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന കുറഞ്ഞ പെട്രോളിൽ കൂടുതൽ ദൂരം ഓടുന്ന ഒരു വാഹനമായിരുന്നു അന്നത്തെ ആവശ്യം. ഈ ആവശ്യം തിരിച്ചറിഞ്ഞ ഹീറോ ഹോണ്ട 1985 തങ്ങളുടെ ആദ്യ ബൈക്കായ CD100 പുറത്തിറക്കി. ഇന്ത്യയിലെ ആദ്യത്തെ 4 സ്ട്രോക്ക് ബൈക്കായിരുന്നു ഇത്. അന്നത്തെ യുവതാരം സൽമാൻ ഖാൻ ആയിരുന്നു ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ. ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്, നിറയ്ക്കൂ, അടയ്ക്കൂ, മറക്കൂ എന്ന പരസ്യവാചകം ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തു. മികച്ച മൈലേജ് നൽകിയ CD100 പെട്ടെന്ന് തന്നെ ജനപ്രിയമായി. 1990കൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുടെ കാലമായിരുന്നു. സാമ്പത്തിക ഉദാരവൽക്കരണത്തോടെ ജനങ്ങളുടെ വരുമാനം വർദ്ധിച്ചു. ആളുകളുടെ ആവശ്യങ്ങളിലും മാറ്റം വന്നു. വെറും മൈലേജ് മാത്രം പോരാ, കാണാൻ ഭംഗിയും ഓടിക്കാൻ സുഖവുമുള്ള ബൈക്കുകൾക്കായി യുവതലമുറ ആഗ്രഹിച്ചു. യമഹ RX100 പോലുള്ള സ്റ്റൈലിഷ് ബൈക്കുകൾ യുവാക്കളെ ആകർഷിച്ചെങ്കിലും അവയ്ക്ക് മൈലേജ് കുറവായിരുന്നു. ബജാജ് KB100, സുസുക്കി ഷോഗൺ തുടങ്ങിയ ബൈക്കുകൾ വിപണിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും CD100 നൽകുന്ന വിശ്വാസ്യത അവയ്ക്ക് നൽകാനായില്ല. സ്റ്റൈലും മൈലേജും ഒത്തിണങ്ങിയ ഒരു ബൈക്ക് എന്ന വെല്ലുവിളി ഏറ്റെടുത്ത് 1994 ഹീറോ ഹോണ്ട അവതരിപ്പിച്ച അത്ഭുതമാണ് സ്പ്ലെൻഡർ. CD100ന്റെ അതേ എഞ്ചിൻ തന്നെയാണ് ഇതിലും ഉപയോഗിച്ചതെങ്കിലും ഇതിന്റെ ഡിസൈൻ വിപ്ലവകരമായിരുന്നു. അമിതമായ ആഡംബരങ്ങളില്ലാതെ എന്നാൽ ബോറടിപ്പിക്കാത്ത ലളിതമായ ഡിസൈൻ. 90കളിലെ ഗൾഫ് യുദ്ധത്തെ തുടർന്നുണ്ടായ എണ്ണവില വർധനവ് സ്പ്ലെൻഡറിന് അനുഗ്രഹമായി. രാജ്ദൂതും യമഹയും 25 തൊട്ട് 30 കിലോമീറ്റർ മൈലേജ് നൽകിയപ്പോൾ സ്പ്ലെൻഡർ അതിന്റെ ഇരട്ടി മൈലേജ് നൽകി സാധാരണക്കാരുടെ പോക്കറ്റ് കാത്തു. എന്തുകൊണ്ട് സ്പ്ലെൻഡർ വിജയിച്ചു? സ്പ്ലെൻഡറിന്റെ വൻ വിജയത്തിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. സ്പ്ലെൻഡർ കാണാൻ വളരെ ഒതുക്കമുള്ളതും എന്നാൽ മോശമല്ലാത്തതുമായ ഒരു ബൈക്കായിരുന്നു. ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ ദീർഘദൂര യാത്രകൾക്ക് പോലും അനുയോജ്യമായ രീതിയിലായിരുന്നു രൂപകൽപ്പന ചെയ്തത്. അതിനാൽ ഓഫീസിൽ പോകുന്നവരും പ്രായമായവരും യുവാക്കളും ഒരുപോലെ ഇതിനെ ഇഷ്ടപ്പെട്ടു. ഹോണ്ടയുടെ എഞ്ചിൻ അത്രയേറെ മികച്ചതായിരുന്നു. സ്പ്ലെൻഡർ വാങ്ങൂ, അടുത്ത 10 വർഷത്തേക്ക് മെയിൻ്റനൻസ് മറക്കൂ എന്നത് വെറും ഒരു പറച്ചിലായിരുന്നില്ല. അറ്റകുറ്റപ്പണികൾ വളരെ കുറവാണെന്നതും ഇനി എന്തെങ്കിലും തകരാർ വന്നാൽ തന്നെ ഏത് നാട്ടിൻപുറത്തെ മെക്കാനിക്കിനും അത് നന്നാക്കാൻ അറിയാമെന്നതും സ്പെയർ പാർട്സുകളുടെ ലഭ്യതയും ഇതിനെ ജനപ്രിയമാക്കി. മറ്റ് കമ്പനികൾ നഗരങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ ഹീറോ ഹോണ്ട ഗ്രാമങ്ങളിലേക്കും ചെറു പട്ടണങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നു. കർഷകരെയും അധ്യാപകരെയും ചെറുകിട കച്ചവടക്കാരെയും തങ്ങളുടെ പരസ്യങ്ങളിൽ ഉൾപ്പെടുത്തി ഇത് സാധാരണക്കാരന്റെ വാഹനമാണ് എന്ന സന്ദേശം അവർ നൽകി. 2000 ആയപ്പോഴേക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇരുചക്ര വാഹനമായി സ്പ്ലെൻഡർ മാറി. 2001 1 മില്യൺ വിൽപ്പന എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ ബൈക്കായി ഇത് ചരിത്രം കുറിച്ചു. മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ഹീറോ ഹോണ്ട തിരിച്ചറിഞ്ഞു. 2004 സ്പ്ലെൻഡർ പുറത്തിറങ്ങി 10 വർഷത്തിന് ശേഷം അവർ സ്പ്ലെൻഡർ പ്ലസ് അവതരിപ്പിച്ചു. പഴയ എഞ്ചിനും മൈലേജും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഹെഡ്ലൈറ്റുകളും ഗ്രാഫിക്സും നൽകി ബൈക്കിനെ പുതുക്കി. ഏറ്റവും വലിയ പ്രത്യേകത അലോയ് വീലുകളായിരുന്നു. ഇത് ബൈക്കിന് കൂടുതൽ ഭംഗിയും ഉറപ്പും നൽകി. തുടർന്ന് കൂടുതൽ കരുത്തുള്ള ബൈക്കുകൾ വേണമെന്ന ഉപഭോക്താക്കളുടെ ആവശ്യം മാനിച്ച് 2005 125cc എഞ്ചിനുള്ള സൂപ്പർ സ്പ്ലെൻഡർ വിപണിയിലെത്തി. സാധാരണ സ്പ്ലെൻഡറിന്റെ മൈലേജും വലിയ ബൈക്കുകളുടെ കരുത്തും ഇത് വാഗ്ദാനം ചെയ്തു. ഹീറോ ഹോണ്ടയുടെ ജൈത്രയാത്രക്കിടയിൽ 2010 വലിയൊരു വഴിത്തിരിവുണ്ടായി. 26 വർഷത്തെ കൂട്ടുകെട്ടിന് ശേഷം ഹീറോയും ഹോണ്ടയും വേർപിരിയാൻ തീരുമാനിച്ചു. ഹീറോ ഗ്രൂപ്പ് ആഗോളതലത്തിലേക്ക് വളരാൻ ആഗ്രഹിച്ചതും സാങ്കേതിക വിദ്യ കൈമാറുന്നതിലെ തർക്കങ്ങളുമാണ് ഇതിന് കാരണമായത്.
ഈ വേർപിരിയൽ ഹീറോയെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം സ്പ്ലെൻഡർ ഉൾപ്പെടെയുള്ള ബൈക്കുകളുടെ എഞ്ചിൻ ഹോണ്ടയുടേതായിരുന്നു. ഹോണ്ട ഇല്ലാതെ ഹീറോയ്ക്ക് നിലനിൽപ്പുണ്ടോ എന്ന് പലരും സംശയിച്ചു. മത്സരം കടുപ്പിക്കാൻ ബജാജും TVSഉം പുതിയ മോഡലുകളുമായി വന്നു. ഹോണ്ട തന്നെ ഹീറോയുടെ എതിരാളിയായി മാറി. എന്നാൽ ഹീറോ തളർന്നില്ല. വേർപിരിയലിന് ശേഷവും കുറച്ചുകാലം ഹോണ്ടയുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. ഈ സമയത്തിനുള്ളിൽ സ്വന്തമായി എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ ഹീറോ ആരംഭിച്ചു. ഹീറോ മോട്ടോകോർപ്പ് എന്ന പേരിൽ കമ്പനി റീബ്രാൻഡ് ചെയ്തു. സ്വന്തം കാലിൽ നിൽക്കാനായി ജയ്പൂരിൽ 850 കോടി രൂപ മുടക്കി സെന്റർ ഫോർ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്ന വമ്പൻ ഗവേഷണ കേന്ദ്രം അവർ സ്ഥാപിച്ചു. ലോകമെമ്പാടുമുള്ള എഞ്ചിനീയർമാർ അവിടെ ഒത്തുകൂടി. ഇതിന്റെ ഫലമായി 2016 ഹീറോ സ്വന്തമായി വികസിപ്പിച്ച എഞ്ചിനുമായി സ്പ്ലെൻഡർ iSmart 110 പുറത്തിറക്കി. ഇത് ഹീറോയുടെ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. ഇതിൽ അവർ അവതരിപ്പിച്ച i3S സാങ്കേതികവിദ്യ വിപ്ലവകരമായിരുന്നു. ട്രാഫിക് സിഗ്നലുകളിൽ വണ്ടി നിർത്തുമ്പോൾ എഞ്ചിൻ തനിയെ ഓഫ് ആവുകയും ക്ലച്ച് അമർത്തുമ്പോൾ തനിയെ സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്ന വിദ്യയാണിത്. ഇത് ഇന്ധന ലാഭം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഹോണ്ട ഇല്ലാതെയും തങ്ങൾക്ക് മികച്ച ബൈക്കുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് ഹീറോ തെളിയിച്ചു. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 2019 ഇന്ത്യയിൽ BS6 നിയമം വന്നപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയ ആദ്യത്തെ ബൈക്കും സ്പ്ലെൻഡർ ആയിരുന്നു. കാർബറേറ്ററിന് പകരം ഫ്യൂവൽ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. ഇത് എഞ്ചിന്റെ കാര്യക്ഷമതയും സ്മൂത്ത്നെസ്സും കൂട്ടി. ഇന്നത്തെ കാലത്ത് യുവാക്കൾക്ക് വേണ്ടത് ഡിജിറ്റൽ സൗകര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി 2022 സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക് എന്ന പതിപ്പ് ഇറക്കി. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡിജിറ്റൽ മീറ്റർ, ഫോൺ കോൾ, SMS അലേർട്ടുകൾ, USB ചാർജർ തുടങ്ങി ഒട്ടനവധി ആധുനിക സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി. പരമ്പരാഗത ലുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ നൽകിയതാണ് ഇതിന്റെ വിജയം. എന്തുകൊണ്ട് ഇന്നും സ്പ്ലെൻഡർ? 100-110 cc വിഭാഗത്തിൽ സ്പ്ലെൻഡറിന്റെ കുത്തക തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇതിന് പ്രധാന കാരണം വിശ്വാസം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാം. ഒരു സ്പ്ലെൻഡർ വാങ്ങുമ്പോൾ അത് തന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമെന്ന് ഓരോ ഇന്ത്യക്കാരനും ഉറപ്പുണ്ട്. സ്പ്ലെൻഡർ ഒരിക്കലും ഒരു ഹൈടെക് സൂപ്പർ ബൈക്കോ അമിത വേഗതയുള്ള സ്പോർട്സ് ബൈക്കോ ആയിരുന്നില്ല. മറിച്ച് അത് സാധാരണക്കാരന്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ ഒരു കൂട്ടുകാരനായിരുന്നു. ലളിതമായ പ്രശ്നങ്ങൾക്ക് ലളിതമായ പരിഹാരം നൽകുക എന്ന തത്വമാണ് ഹീറോ സ്പ്ലെൻഡറിലൂടെ പ്രാവർത്തികമാക്കിയത്. 30 വർഷങ്ങൾക്ക് ശേഷവും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഈ കാലഘട്ടത്തിലും ഇന്ത്യൻ നിരത്തുകളിലെ രാജാവായി സ്പ്ലെൻഡർ തല ഉയർത്തി നിൽക്കുന്നു. 4 കോടിയിലധികം കുടുംബങ്ങളുടെ വിശ്വാസമാണ് സ്പ്ലെൻഡർ. ആ വിശ്വാസം തന്നെയാണ് വരും കാലങ്ങളിലും ഇതിനെ മുന്നോട്ട് നയിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.